ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെയ് 21 വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ദൃശ്യം 3. മോഹൻലാൽ നായകനായി ജിത്തു ജോസഫ് തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്ന് ബുധനാഴ്ചയോടെ ആദ്യ 7 ദിവസം പിന്നിട്ട്, അതായത് ഒരു വാരം പിന്നിട്ട് 8ാമത്തെ ദിവസമായ നാളെ വ്യാഴാഴ്ചയിലേക്കാണ് എത്തിച്ചേരാൻ പോകുന്നത്. സിനിമയുടെ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള ആദ്യ 6 ദിവസത്തെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ റിപ്പോർട്ട് വിശദമായി പുറത്തു വന്നിട്ടുണ്ട്. ആദ്യ ദിവസം 11 കോടി 5, രണ്ടാം ദിവസം 8 കോടി 80, മൂന്നാം ദിവസം 9 കോടി 22, നാലാം ദിവസം 9 കോടി 57, അഞ്ചാം ദിവസം 6 കോടി 56, ആറാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച 5 കോടി 74 എന്നിങ്ങനെ 50 കോടി 94 ലക്ഷം രൂപയാണ് ആദ്യ 6 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ആദ്യ 4 ദിവസം കൊണ്ട് 25 കോടി 10 ലക്ഷം നേടിയെടുത്ത ഈ സിനിമ അഞ്ചാം ദിവസമായ തിങ്കളാഴ്ച 2 കോടി 10, ആറാം ദിവസമായ ചൊവ്വാഴ്ച 1 കോടി 76 ലക്ഷം ഉൾപ്പെടെ ആദ്യ 6 ദിവസം കൊണ്ട് 28 കോടി 96 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ 6 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി 79 കോടി 90 ലക്ഷം രൂപയാണ് സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ഇന്നലെ വരെയുള്ള 6 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് 170 കോടി 50 ലക്ഷം റേഞ്ചിലാണ്. ഇനി 7ാം ദിവസമായത് ബുധനാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ കളക്ഷൻ കൂടിയിട്ടുണ്ട്. ഇന്ന് 6 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 7 ദിവസം കൊണ്ട് കേരളത്തിൽ 57 കോടി റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 13 കോടി റേഞ്ചിലാണ്. അങ്ങനെ 183 കോടി റേഞ്ചിലാണ് ആദ്യ ഒരു വാരം പിന്നിടുമ്പോൾ ഈ സിനിമ ലോകമെമ്പാടുമായി സ്വന്തമാക്കിയിരിക്കുന്നത്. അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്ത് മെയ് 14 വ്യാഴാഴ്ച തിരയിലെത്തി നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ മലയാള സിനിമയാണ് അതിരടി. ടോവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ, ബേസിൽ ജോസഫ്, റിയ ഷിബു, സെറിൻ ഷിഹാബ്, ദർശന രാജേന്ദ്രൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 13 ദിവസം കൊണ്ട് കേരളത്തിൽ 32 കോടി 78 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം 14ാം ദിവസമായ ബുധനാഴ്ച ഈ സിനിമയ്ക്കും കേരളത്തിൽ കളക്ഷൻ കൂടിയിട്ടുണ്ട്. ഇന്ന് 80-85 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 2 ആഴ്ച പിന്നിടുമ്പോൾ കേരളത്തിൽ ഈ സിനിമ 33 കോടി 60 ലക്ഷം റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 63 കോടി 50 ലക്ഷം റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. സൂര്യനായകനായി RJ ബാലാജി സംവിധാനം ചെയ്ത് മെയ് 15 വെള്ളിയാഴ്ച തിരയിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് നിലവിൽ 300 കോടിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് കറുപ്പ്. ചിത്രത്തിന്റെ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള ആദ്യ 12 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തമിഴ്നാട്ടിൽ 132 കോടി 52 ലക്ഷമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കർണാടകയിൽ 20 കോടി 91, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 30 കോടി 1, കേരളത്തിൽ 13 കോടി 4, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 3 കോടി 1 എന്നിങ്ങനെ 199 കോടി 49 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസ്. വിദേശത്ത് നിന്ന് $7.30 മില്യൺ, അതായത് 69 കോടി 84 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ ഇന്നലെ വരെയുള്ള 12 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 269 കോടി 33 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 3ാം ദിവസം കൂടിയായ ബുധനാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 20-25 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ 13 കോടി 25 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയ്ക്ക് തമിഴ്നാട് കളക്ഷനായി ഇന്ന് പ്രതീക്ഷിക്കുന്നത് 4 കോടി റേഞ്ചിലാണ്. അങ്ങനെ 136 കോടി റേഞ്ചിലാണ് തമിഴ്നാട് കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ 13 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 205-206 കോടി റേഞ്ചിലാണ്. വേൾഡ് വൈഡ് കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത് 275 കോടി റേഞ്ചിലുമാണ്. ആന്റണി വർഗീസ് പെപ്പെ നായകനായി പോൾ ജോർജ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ഈദ് റിലീസായി നാളെ മെയ് 28 വ്യാഴാഴ്ച തിരയിലെത്തുന്ന മലയാള സിനിമയാണ് കാട്ടാളൻ. പാൻ ഇന്ത്യൻ റിലീസായി തിരയിലെത്തുന്ന ഈ സിനിമയിൽ സിദ്ദീഖ്, ജഗദീഷ്, കബീർ ദുഹാൻ സിംഗ്, സുനിൽ, തുഷാര വിജയൻ, ഹനൻ ഷാ, പാർത്ഥ് തിവാരി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. മാർക്കോയുടെ നിർമ്മാതാവായ ഷെരീഫ് മുഹമ്മദാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ. സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് രവി ബസ്രൂറാണ്. ഏകദേശം 40 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നിലവിൽ കേരളത്തിൽ 1 കോടി 85 ലക്ഷം രൂപ വരെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഫൈനൽ റിപ്പോർട്ട് വരുമ്പോൾ 2 കോടിക്ക് മുകളിൽ എത്തിച്ചേരാനാണ് സാധ്യത. സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ 4 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.